നെന്മാറ ടൗണിലെ ഉപയോഗശൂന്യമായ ജീർണിച്ച കെട്ടിടം അപകട ഭീതി ഉയർത്തുന്നു. നെന്മാർമുക്കിലെ സ്വകാര്യ ഹോട്ടൽ പ്രവർത്തിച്ച ഓടുമേഞ്ഞ കെട്ടിടമാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കുറച്ചു കൊല്ലമായി ഹോട്ടൽ പ്രവർത്തിക്കുന്നില്ല. കെട്ടിടത്തിന്റെ ജീർണാവസ്ഥയെ തുടർന്നാണ് ഹോട്ടൽ പ്രവർത്തനരഹിതമായത്. ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു 3 കച്ചവട സ്ഥാപനങ്ങളും പ്രവർത്തനം നിർത്തി. ഇതോടെ കാലഹരണപ്പെട്ട കെട്ടിടം തികച്ചും ജീർണാവസ്ഥയിലായി. ഓടുകളും കഴുക്കോലുകളും മതിലുകളും തകർന്ന് ഏത് സമയത്തും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ്. നിരവധി വിദ്യാർത്ഥികളും സമീപവാസികളും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഇതിലേക്ക് കടന്നുപോകാറുണ്ട്. അപ്രതീക്ഷിതമായി കെട്ടിടം തകർന്നാൽ വലിയ ദുരന്തം തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പാമ്പ് എപ്പോഴാണ് കയറി വരിക. കാരണം അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതിക്കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ അത് കുറേ കഴിയുമ്പോൾ ഇങ്ങനെ പോകണ്ടെങ്കിലും ഏത് നേരത്തെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരിക എന്നുള്ളൊരു പേടി ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ കഴിഞ്ഞ് ഇതിൻ്റെ വന്നാണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അയ്യോ പാമ്പ് എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും അത് അങ്ങോട്ട് അതിൽ കൂടെ അങ്ങോട്ട് നീങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ അത് പല പ്രാവശ്യം കാണുന്നുണ്ട്. അത് അത്രയും കാടാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ. പാമ്പുകൾക്ക് നുളയാനുള്ള സ്ഥലവും നല്ലോണം ഉണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒന്ന് വൃത്തിയാക്കി തന്നാൽ ഉപകാരമായി. ബന്ധപ്പെട്ട അധികാരികൾ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്തി അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടം പൊളിച്ചു മാറ്റാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെയും നെന്മാറക്കാരുടെയും ആവശ്യം. നെന്മാറയുടെ ഹൃദയഭാഗത്ത് നെന്മാറ മുക്ക് എന്നറിയപ്പെടുന്ന നെന്മാറയുടെ ജംഗ്ഷനിലാണ് ഈ ഒരു കെട്ടിടം. കാലങ്ങളായി ഏകദേശം ഒരു 10 പതിറ്റാണ്ടുകളോളായി ഒരു കേസ് കൂട്ടത്തിലാക്കിയായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ യാതൊരു ഇതും കണ്ടിരുന്നില്ല. അതിന് 2-3 സ്ഥാപനങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ മഴയത്ത് ഈ കെട്ടിടങ്ങളുടെ പിൻഭാഗം ഇടിഞ്ഞു വീണതോടുകൂടി ആ സ്ഥാപനങ്ങൾ ഒഴിഞ്ഞുപോയി. ഇപ്പോൾ ഈ സ്ഥാപനം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രവും തെരുവ് നായ്ക്കളുടെ സങ്കേതവും ഇഴജന്തുക്കളുടെ ഒരു വിഹാര രംഗവും ഈ പരിസരത്ത് തൊട്ട് നെന്മാറ ജംഗ്ഷനിൽ രാവിലെ നടക്കാൻ പോകുന്ന പലരുടെയും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. മലമൂത്ര വിസർജനത്തിനായിട്ട് ബസ് ഇറങ്ങുന്ന പലരും ആശ്രയിക്കുന്നത് പോലും ഈ ഒരു കെട്ടിടമാണ്. സത്യം പറഞ്ഞാൽ ഇതിലൂടെ നെന്മാറയിലെ ഒട്ടുമിക്കാലും സ്കൂൾ കുട്ടികൾ, ബോയ്സ് സ്കൂളിലേക്കുള്ള ഗേൾസ് സ്കൂളിലേക്കുള്ള കുട്ടികളൊക്കെ പോകുന്നൊരു സഞ്ചാരപാതയാണ്. കഴിഞ്ഞ മഴക്കാലത്തായിരുന്നു ഈ കെട്ടിടത്തിൻ്റെ ആ മതിൽ ഇടിഞ്ഞ് വീണു. പക്ഷേ എന്തോ ആ സമയത്ത് കുട്ടികൾ ഇതിൽ കൂടെ യാത്ര ചെയ്യാത്തതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവാക്കി കിട്ടി. ഇപ്പോഴും ഏത് നിമിഷവും വീഴാവുന്ന നിലയ്ക്കാണ് ഒരു മതിൽ നിൽക്കുന്നത്. അത് ടെലിഫോൺ പോസ്റ്റിൽ പോയി ചാരി നിൽക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് വൈകുന്നേരമായി കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധർ പലരും എത്തുന്നതായിട്ടാണ് അറിയുന്നത്. ഇഴജന്തുക്കൾ കഴിഞ്ഞ 2 ദിവസം സ്കൂൾ കുട്ടികളുടെ ഇടയിലേക്ക് പാമ്പ് കഴിഞ്ഞ് നീങ്ങി വരുന്നതും ആ കുട്ടികൾ പേടിച്ചോടുന്ന സംഭവം വരെ ഉണ്ടായി. ഇത് എന്തെങ്കിലും വിധത്തിൽ പരാതി കൊടുക്കണം പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞു. നേരിട്ട് പഞ്ചായത്തേക്ക് സമീപവാസികളെ ഞങ്ങളെ കൂടി ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റിനെ ഏൽപ്പിച്ചിട്ടാണ് 2 ദിവസമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഏതായാലും ഇതിനൊരു പ്രത്യേക തരത്തിൽ ഒരു അടിയന്തര സ്വഭാവത്തോടുകൂടി നടപടി എടുത്തില്ലെങ്കിൽ നെന്മാറ കാത്തിരിക്കാൻ പോകുന്ന വലിയൊരു ദുരന്തമായിരിക്കും. UTV ന്യൂസ്, പാലക്കാട്.